Welcome back, my dear students, on a new lecture on Fourier series. So, in the previous lectures, we had discussed about Fourier series of functions which is defined on the interval minus pi to pi. നമ്മൾ 2π പീരിയോഡിക് ആയിട്ടുള്ള മൈനസ് പൈ ടു പൈയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ വി ആർ ചേഞ്ചിങ് ദിസ് ഇൻ്റർവെൽ. ഓക്കെ, സാധാരണ എല്ലാ ഫങ്ഷൻസും മൈനസ് പൈ തൊട്ട് പൈ വരെയുള്ള ഇൻ്റർവെല്ലിൽ തരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമുക്കൊരു 2π പീരിയോഡിക്ക് തന്നെയാണ് നമ്മുടെ ഫങ്ഷൻ. പക്ഷേ ഈ ഇൻ്റർവെല്ലിന് വ്യത്യാസമുണ്ടായാൽ ഫോറിയർ സീരീസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഉദാഹരണമായിട്ട്, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് അവർ ഇൻ്റർവെൽ ഈസ് 0 to pi. ഓക്കെ, ദിസ് ഇൻ്റർവെൽ ഈസ് ഓഫ് ലെങ്ത് 2π. ഇവിടെ മൈനസ് പൈ തൊട്ട് പൈ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ഓക്കെ, മൈനസ് പൈ തൊട്ട് 0 വരെ ലെങ്ത് പൈ, 0 തൊട്ട് പൈ വരെ ലെങ്ത് പൈ. സോ ടോട്ടൽ ലെങ്ത് ഈസ് 2π. സോ ഇതൊരു 2π ലെങ്ത് ഉള്ള ഇൻ്റർവെല്ലാണ്. അപ്പോൾ മൈനസ് പൈ ടു പൈ എന്നുള്ള ഈ ഇൻ്റർവെല്ലിന് പകരം 2π ലെങ്ത് ഉള്ള വേറെ ഏത് ഇൻ്റർവെൽ വന്നാലും അതിൻ്റെ ഫോറിയർ സീരീസ് എങ്ങനെ കണ്ടെത്താം? ഇപ്പോൾ വേറൊരു എക്സാമ്പിളാണ് മൈനസ് പൈ ബൈ 2 ടു 3π/2. ഓക്കെ, ഓക്കെ, എ മുതൽ ബി വരെയുള്ള ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. അത് വെച്ച് ചെയ്താൽ ഇതിൻ്റെ ലെങ്ത്തും 2π എന്ന് കിട്ടും. അതുപോലെ 2π to 4π, ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർവെൽ തന്നിരിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പൈ ടു 3π ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ, സോ ഇങ്ങനെയുള്ള 2π ലെങ്ത് ഉള്ള ഒരു ആർബിട്രറി ഇൻ്റർവെല്ലാണ് നമ്മുടെ ഫംഗ്ഷൻ തരുന്നതെങ്കിൽ അതിൻ്റെ ഫോറിയർ സീരീസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. സോ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ കേസിലും ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് സീരീസിൻ്റെ എക്സ്പ്രഷൻ a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx പ്ലസ് bn സൈൻ nx. ഇത് തന്നെയായിരിക്കും ഫോറിയർ സീരീസിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നും വരില്ല. വ്യത്യാസമുണ്ടാകുക a0-ൻ്റെയും an-ൻ്റെയും bn-ൻ്റെയും എക്സ്പ്രഷൻസിൻ്റെ അകത്താണ്. ഓക്കെ, ഇപ്പം നമുക്ക് തരികയാണ് ഇൻ ജനറൽ ലാംഡ ടു ലാംഡ പ്ലസ് 2π ആണ് നമ്മുടെ ഇൻ്റർവെൽ എന്ന് സങ്കല്പിക്കുക. ലാംഡ ഈസ് എനി റിയൽ നമ്പർ. ഓക്കെ, ലാംഡ ചിലപ്പോൾ 0 ആണെങ്കിൽ നമ്മുടെ ഇൻ്റർവെൽ 0 to 2π ആകും. ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് π/2 ആണെങ്കിൽ നമ്മുടെ ഇൻ്റർവെൽ -π/2 to 3π/2 ആകും. ലാംഡ 2π ആണെങ്കിൽ നമ്മുടെ ഇൻ്റർവെൽ 2π to 4π, അങ്ങനെ വ്യത്യാസം വരും. ഓക്കെ, സോ ഇൻ ജനറൽ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് അവർ ഇൻ്റർവെൽ ഈസ് പൈ ടു പൈ പ്ലസ് 2π, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഇത് തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഹിയർ a0 ഈസ് ആക്ച്വലി 1/π. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ അല്ല, ഇൻ്റഗ്രൽ ലാംഡ ടു ലാംഡ പ്ലസ് 2π f of x dx, and an is actually 1/π. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ അല്ല, ഇൻ്റഗ്രൽ ലാംഡ ടു ലാംഡ പ്ലസ് 2π f of x cos nx dx, and bn is equal to 1/π. ഇൻ്റഗ്രൽ ലാംഡ ടു ലാംഡ പ്ലസ് 2π f of x sin nx dx. So this is the idea. Okay, so നമ്മുടെ ഇൻ്റർവെൽ മൈനസ് പൈക്ക് പകരം 2π ലെങ്ത് ഉള്ള ഏതൊരു ഇൻ്റർവെൽ ആണെങ്കിലും ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഈസ് ദിസ് വിത്ത് ദ കറസ്പോണ്ടിങ് ഓയിലർ കോഎഫിഷ്യൻസ്. ഇതിനെ ഓയിലർ കോഎഫിഷ്യൻസ് എന്നാണ് വിളിക്കുന്നത്. കറസ്പോണ്ടിങ് ഓയിലർ കോഎഫിഷ്യൻസ് വേരീസ് വേർ a0 is 1/π, integral lambda to lambda plus 2π f of x dx, and the correspondingly an and bn. അപ്പോൾ ഇതാണ് വ്യത്യാസം. മൈനസ് പൈ ടു പൈക്ക് പകരം ലാംഡ ടു ലാംഡ പ്ലസ് 2π ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, സോ ഒബ്സർവ് ദിസ്. ഓക്കെ, ഇതാണ് ഇനി ഇത് വെച്ചിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ്
find the Fourier series of f of x, which is given as f of x is equal to 1 when minus pi by 2 less than x less than pi by 2, and it is minus 1 when pi by 2 less than x less than 3 pi by 2, and given that f of x plus 2 pi is equal to f of x. സോ ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ മൈനസ് പൈ ബൈ ടു ടു 3π/2 എന്നുള്ള 2π ലെങ്ത് ഉള്ള ഇൻ്റർവെല്ലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് പീരിയോഡിക് ആസ് വെൽ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഫോറിയർ സീരീസ്. സോ ദ സൊല്യൂഷൻ ഈസ് the Fourier series is a naught by 2 plus summation n is equal to 1 to infinity an cos nx plus bn sin nx. This is the Fourier series where a naught is actually 1 by pi integral minus pi by 2 to 3π/2 f of x dx. ഓക്കെ, ഇവിടെ ലാംഡ എന്നുള്ളത് മൈനസ് പൈ ബൈ ടു ആണ്, ലാംഡ പ്ലസ് 2π എന്നുള്ളത് 3π/2. സോ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ മൈനസ് പൈ ബൈ ടു തൊട്ട് പൈ ബൈ ടു വരെ 1ഉം പൈ ബൈ ടു തൊട്ട് 3π/2 വരെ -1ഉം ആയതുകൊണ്ട് വി സ്പ്ലിറ്റ് ഇറ്റ്. സോ 1 by pi integral minus pi by 2 to pi by 2 1 dx plus integral pi by 2 to 3π/2 minus 1 dx, which is 1 by pi. 1 in the integral is x, so this is x from minus pi by 2 to pi by 2. Here also minus 1 in integral is minus x, അല്ലെങ്കിൽ -1 കോമൺ എടുത്തിട്ട് x pi by 2 to 3π/2. Okay, now we substitute the values. നമുക്ക് values substitute ചെയ്യുമ്പോൾ we get the result as, so 1 by pi, upper limit is pi by 2, so pi by 2 minus pi by 2 plus ഇവിടെ upper limit മൈനസ് എക്സിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ -3/2 മൈനസ് ഇവിടെ ലോവർ ലിമിറ്റ് എന്നുള്ളത് π/2 ആണ്. ഓക്കെ, സോ മൈനസ് π/2. സോ ദ ആൻസർ ബിക്കംസ് 1 by pi, π/2 പ്ലസ് π/2 എന്ന് കിട്ടും. ഇവിടെ -3π/2 പ്ലസ് π/2 എന്ന് കിട്ടും. സോ the answer becomes 1 by pi. This is π/2 plus π/2 plus π/2, 3π/2 minus 3π/2. The answer is 0. So a naught becomes 0. Okay. Next is n. n is 1 by pi integral minus π/2 to 3π/2 f of x cos nx dx, which is 1 by pi integral minus π/2 to π/2 1 into cos nx dx plus integral π/2 to 3π/2 minus 1 into cos nx dx. Okay. So 1 into cos nx is actually cos nx തന്നെയാണ്. ഓക്കെ, -1 into cos nx is actually minus cos nx ആണ്.
നമുക്ക് സെക്കൻഡ് ഇൻ്റഗ്രലിൻ്റെ അകത്തുനിന്ന് മൈനസ് കോമൺ ആയിട്ട് നമുക്ക് വെളിയിലെടുക്കാം. സോ അവർ ആൻസർ ബിക്കംസ് 1/pi. This is integral minus pi by 2 to pi by 2 cos nx dx. ഇവിടെ മൈനസ് വെളിയിലെടുക്കുമ്പോൾ മൈനസ് ഇൻ്റഗ്രൽ pi by 2 to 3 pi by 2 cos nx dx. Okay. So 1/pi cos nx in integral is actually sin nx divided by n, limit minus pi by 2 to pi by 2 minus cos nx into the sin nx divided by n, limit pi by 2 to 3 pi by 2. So which is ഇവിടെ n നമുക്ക് വെളിയിലെടുക്കാം. സോ 1/n എന്ന് കിട്ടും. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin n pi by 2 മൈനസ് sin മൈനസ് n pi by 2 എന്ന് കിട്ടും. ഓക്കെ, ആദ്യത്തെ പാർട്ട് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പാർട്ട് ഇവിടെ നമുക്ക് ഇതകത്തോട്ട് കൊടുക്കുമ്പോൾ മൈനസ് വരും. സോ മൈനസ് 1/pi ഇൻറ്റു n മൈനസ് 1/pi n. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin 3n pi by 2 മൈനസ് sin n pi by 2 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് sin n pi by 2ൻ്റെയും sin 3n pi by 2ൻ്റെയും ഒക്കെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, നമുക്കറിയാം സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈൻ ഓഫ് മൈനസ് എക്സ് ഈസ് ആക്ച്വലി സൈൻ എക്സ്. ഓക്കെ, സൈൻ ഓഫ് മൈനസ് എക്സ് ഈസ് ആക്ച്വലി സൈൻ. സോ സൈൻ ഓഫ് മൈനസ് n pi by 2 ഈസ് ആക്ച്വലി മൈനസ് സൈൻ n pi by 2. ഈ മൈനസും മൈനസും പ്ലസ് ആകും. സോ വി ക്യാൻ റൈറ്റ് 1/n pi sin n pi by 2 പ്ലസ് sin n pi by 2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ ഈ മൈനസ് നമുക്ക് n pi കോമൺ എടുത്താൽ ഈ മൈനസ് അകത്തോട്ട് കൊടുത്താൽ സോ ദിസ് ഈസ് മൈനസ് sin 3n pi by 2. ഈ മൈനസും മൈനസും പ്ലസ് പ്ലസ് sin n pi by 2. So this is actually 1/n pi. ഇവിടെ 3 times sin n pi by 2 ഉണ്ട്. സോ 3 times sin n pi by 2 മൈനസ് sin 3n pi by 2. Now sin 3n pi by 2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. sin 3n pi by 2 should be equal to sin, നമുക്ക് 3 pi by 2നെ 2 pi മൈനസ് pi by 2 എന്ന് എഴുതാം. സോ 3n pi by 2നെ 2n pi മൈനസ് n pi by 2 എന്ന് എഴുതാം. സോ 2 pi is the period. സോ 2 പൈയുടെ എല്ലാ മൾട്ടിപ്പിൾസും പീരീഡ് ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി സൈൻ 2 pi മൈനസ് തീറ്റ എന്നുള്ള ഫോമാറ്റാണ്. സൈൻ 2 pi മൈനസ് തീറ്റ ഈസ് ആക്ച്വലി മൈനസ് സൈൻ തീറ്റ ആണ്. സോ ഇവിടെ തീറ്റ എന്നുള്ളത് n pi by 2 ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി മൈനസ് സൈൻ n pi by 2 എന്ന് കിട്ടും. ഓക്കെ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഹിയർ. സോ 1/n pi 3 sin n pi by 2, ഇവിടെ മൈനസ് മൈനസും മൈനസും പ്ലസ് n pi by 2. സോ ടോട്ടലി 4 sin n pi by 2 എന്ന് കിട്ടും. സോ the answer can be written as 4/n pi sin n pi by 2. Okay, so this is the answer. So a-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. Okay, now we move on to bn. Okay, before we move on to bn, let us know what is the value of sin n pi by 2. Sin n pi by 2, ഫസ്റ്റ് കേസ്
n ഈവൻ ആകുമ്പോൾ this should be equal to n is equal to some 2k എന്ന് എഴുതാം. Okay, so n pi by 2 becomes 2k pi by 2. So which becomes k pi. That is integer multiple of pi എന്ന് കിട്ടും. So this can be written as sin some k pi എന്ന് എഴുതാം. K is an integer. Integer multiples of pi ക്കകത്ത് sin പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ sin k pi is equal to 0. അല്ലെങ്കിൽ sin n pi by 2 n ഈവൻ ആകുമ്പോൾ എപ്പോഴും 0 ആണ്. Now what about sin n pi by 2 when n is odd? അവിടെ നമുക്ക് രണ്ട് തരം വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. n 1 ആകുമ്പോൾ ഇത് sin pi by 2 എന്ന് കിട്ടും. sin pi by 2 is actually 1. ഇനി n 3 ആകുമ്പോൾ which is actually sin 3 pi by 2 which is actually minus 1. n 5 ആകുമ്പോൾ sin 5 pi by 2 which is actually 1. 7 ആകുമ്പോൾ minus 1. Okay, so this is actually 1 if n is equal to 1, 5, 9, 13, etc. ഓക്കെ, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്നുള്ള ഫോമാറ്റ് വരുമ്പോൾ or n is equal to some 4k plus 1. Okay, and sin n pi by 2 is actually minus 1 n 3 ആകുമ്പോൾ 7 ആകുമ്പോൾ 11 ആകുമ്പോൾ n is equal to 3, 7, 11, 15, etc. So n is equal to 4ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 3 എന്നുള്ള ഫോർമാറ്റിൽ വരുമ്പോൾ. So this is the expression for sin n pi by 2. Okay, so n the value നമ്മൾ കണ്ടുപിടിച്ചു. n is actually 4 by n pi sin n pi by 2. Remember these values of sin n pi by 2. Now similarly, what about bn? അടുത്തത് നമ്മൾ bn കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. So bn is actually 1 by pi integral minus pi by 2 to 3 pi by 2 f of x sin nx dx. This is 1 by pi integral minus pi by 2 to pi by 2 1 sin nx dx plus integral pi by 2 to 3 pi by 2 minus 1 sin nx dx. So this is actually 1 by pi. This is sin nx. 1 into sin nx is sin nx. Sin nx in the integral is actually minus cos nx divided by n. Limit minus pi by 2 തൊട്ട് pi by 2. Okay. Next is actually നമുക്ക് മൈനസ് വെളിയിലെടുക്കാം. ഓക്കെ, സോ മൈനസ് വെളിയിലെടുക്കുമ്പോൾ ഇവിടെ മൈനസ് ആകും. sin nxൻ്റെ ഇൻ്റഗ്രൽ ഈസ് ആക്ച്വലി മൈനസ് കോസ് nx ഡിവൈഡഡ് ബൈ n. ലിമിറ്റ് ഈസ് pi by 2 to 3 pi by 2. So which is actually 1 by pi times minus 1 by n. കോമൺ എടുക്കാം. This is actually cos n pi by 2 minus cos minus n pi by 2 എന്ന് കിട്ടും. ഇവിടുത്തെ മൈനസ് മൈനസ് കൂടെ ചേർത്ത് പ്ലസ് 1 by n. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 3n pi by 2 minus cos n pi by 2 എന്ന് കിട്ടും. ഓക്കെ, കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സോ കോസ് ഓഫ് മൈനസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, so cos of minus n pi by 2 is actually equal to cos n pi by 2. So this part becomes 1 by pi minus 1 by n. Here it is cos n pi by 2 minus cos n pi by 2 എന്ന് തന്നെ കിട്ടും. കാരണം cos ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. cos of minus x is actually cos x തന്നെയാണ്. പ്ലസ് 1 by n cos 3n pi by 2 minus cos n pi by 2.
So this gets cancelled. So ഈ പാർട്ട് മൊത്തം 0 ആയി പോവും. ഇവിടുത്തെ -1/n ഉൾപ്പെടെ പോകും. So the answer becomes 1/n pi cos 3n pi by 2 minus cos n pi by 2. Similarly, നമ്മൾ previously ചെയ്ത പോലെ cos 3n pi by 2നെ നമുക്ക് cos 2n pi minus n pi by 2 എന്ന് എഴുതാം. cos 2 pi minus pi by 2 എന്ന് cos 3 pi by 2നെ എഴുതുന്നില്ല കൂട്ട്. ഇനി നെക്സ്റ്റ് ഈസ് cos 2 pi minus തീറ്റയുടെ ആൻസർ ആണ്. cos 2 pi minus theta is actually cos theta. So this is cos n pi by 2 തന്നെ വരും. So cos 3n pi by 2 ന് പകരം cos pi by 2 തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. So this becomes 1/n pi cos n pi by 2 minus cos n pi by 2. This is actually 0. So Bn is actually 0. Okay. So this is the idea. So Bn 0 ആയി. An എന്നുള്ള വാല്യൂസ് 0 അല്ല. Nന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. So our Fourier series becomes, so Fourier series is a0 by 2 plus summation n is equal to 1 to infinity an cos nx plus summation n is equal to 1 to infinity bn sin nx. Here bn is 0, so ഈ പാർട്ട് മൊത്തം 0 ആയി പോകും. So the Fourier series becomes a0 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. So a0 is actually 0. An is actually 4/n pi sin n pi by 2. Bn is actually 0. So a0 by 2 is 0 plus summation n is equal to 1 to infinity. An is actually 4/n pi cos nx plus 0. ഇനി സൈൻ എൻ പൈ ബൈ ടുവിൻ്റെ വാല്യൂസ് നമുക്കറിയാം. n ഈവൻ ആകുമ്പോൾ വാല്യൂ 0 ആണ്. n ഓഡ് ആകുമ്പോൾ വാല്യൂ 1ഉം -1ഉം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. സോ ദ ആൻസർ ബിക്കംസ് 4 നമുക്ക് വെളിയിലെടുക്കാം. 4 ഇൻറ്റു n ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇവിടെ നമ്മളൊരു സൈൻ n പൈ ബൈ 2 കൂടെ ഉണ്ട്. ഓക്കെ, n ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ 4 നമ്മൾ വെളിയിലെടുത്തു. സോ 1/pi sin pi by 2 is 1 into cos x. Okay, n is equal to 2 ആകുമ്പോൾ sin 2 pi by 2 is sin pi which is 0. So ആ പാർട്ട് 0 ആയി പോകും. n is equal to 3 ആകുമ്പോൾ sin 3 pi by 2 is actually -1. So -1/3 cos 3x എന്ന് കിട്ടും. n is equal to 4 ആകുമ്പോൾ sin n pi by 2 becomes 0. n is equal to 5 ആകുമ്പോൾ sin n pi by 2 is sin 5 pi by 2 which is actually 1. So this becomes 1/5 cos 5x minus etc. Okay, so we can generalize this as, നമുക്കൊരു പൈ കോമൺ എടുത്താൽ 4/pi, the series is cos x minus 1/3 cos 3x plus 1/5 cos 5x minus 1/7 cos 7x plus etc. So this is the required series. Similarly, we can find the Fourier series of any function. Okay, so I'll give you some exercise. So question 1, find the Fourier series of f of x is equal to 1 if 0 less than x less than pi, -1 if pi less than x less than 2 pi, and f of x plus 2 pi is equal to f of x. ഇവിടെ ഇൻ്റർവെൽ എന്ന് വെച്ചാൽ 0 to 2 pi ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. Second question, similarly find the Fourier series of
f of x is equal to 1 by 2 times pi minus x, where 0 less than x less than 2 pi, and f of x plus 2 pi is equal to f of x. F is 2 pi periodic, ഇവിടെയും interval 0 to 2 pi ആണ്. And using this Fourier series, deduce that pi by 4 is equal to 1 minus 1 by 3 plus 1 by 5 minus 1 by 7, etc. Okay. So this ഈ സീരീസിനെ മാധവ് ഗ്രിഗറി സീരീസ് എന്നാണ് ഫേമസ്ലി വിളിക്കുന്നത്. So these are two questions which is for exercise for you. Thank you.